സങ്കീർത്തനം 96-3 വചനം വലതുകരമെന്ന് പിടിക്കാമോ? ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ഞാൻ നവീകരണത്തിൽ വന്നിട്ട് ഈ ശുശ്രൂഷാ ജീവിതത്തിലായിട്ട് ഞാൻ 25-ാമത്തെ വയസ്സിൽ ധ്യാനം കൂടിയതാണ്. അങ്ങനെ കർത്താവിനെ അറിഞ്ഞ് അന്ന് നമ്മുടെ നാട്ടിലെ മണിപ്പുഴയിൽ ജോയി ചിറ്റൂരച്ചൻ ഇരിക്കുന്ന നാളിൽ ധ്യാന സെൻറ്റർ ചെറുതായിട്ട് അച്ഛൻ നടത്തുന്നുണ്ടായിരുന്നു. അവിടെയാണ് വൈപ്പിൻ സെബാസ്റ്റ്യൻ ബ്രദറിൻ്റെ ധ്യാനത്തിലാണ് ഞാൻ ആദ്യം പങ്കെടുക്കുന്നത്. 1988 നവംബർ മാസത്തിൽ ആ ധ്യാനത്തിൽ പങ്കെടുത്തു. അങ്ങനെ കർത്താവിനെ അറിഞ്ഞു. പിന്നെ ജോയി അച്ഛനോടൊപ്പം അവിടെ അച്ഛൻ അവിടെ സ്ഥലം മാറിപ്പോകുന്ന കാലത്തോളം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അതിനിവിടെ കാരിശ്വറിലെ മഞ്ഞാക്കലച്ചലൂടെ പിന്നെ ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രം അങ്ങനെ പിന്നീട് പിന്നെ ലോകം മുഴുവൻ 24 വർഷം മുൻപ് കർത്താവ് ഒരു ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്ദേശം നൽകി. നിന്നെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ അയക്കും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞൊരു മെസ്സേജാണ്. 24 വർഷമായി എല്ലാ ഭൂഖണ്ഡങ്ങളിലും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് നിന്നെ ഞാൻ അയക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. 24 വർഷം മുൻപ്, 24 വർഷമായി, അന്ന് ഞാൻ വിദേശത്ത് ഒരു രാജ്യത്ത് പോലും വചനം പ്രഘോഷിക്കാൻ പോയിട്ടില്ല. 1999 ആദ്യം ഞാൻ വിദേശത്ത് ധ്യാനം നടത്താൻ പോകുന്നു. അപ്പൊ 24 വർഷം മുൻപ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, 5 ഭൂഖണ്ഡങ്ങളിലും ലോക രാജ്യങ്ങളിൽ നിന്നെ ഞാൻ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് അയക്കും. ഞാനത് വിശ്വസിച്ചു. ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്നെ അയക്കും. അങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ വിശ്വാസത്തോടെ. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ 4 കൺവെൻഷനുണ്ട്. കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് അന്ന് പറഞ്ഞതുപോലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ചെന്ന് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ കർത്താവ് 24 വർഷം മുമ്പ് പറഞ്ഞ ആ മെസ്സേജ് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. കൈയടിച്ച് കർത്താവ് ഇന്ന് മഹത്വപ്പെടുത്താം. ഏകദേശം 40-ലധികം രാജ്യങ്ങളിൽ ദൈവവചനം പ്രഘോഷിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ഇനിയും ഒത്തിരി രാജ്യങ്ങളിൽ പോകും. ഹല്ലേലൂയ. ദൈവം നടത്തും. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് അന്ന് പറഞ്ഞ ആ മെസ്സേജ് ഞാനത് വിശ്വസിച്ചു. എല്ലാ ഭൂഖണ്ഡങ്ങളിലും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് നിന്നെ ഞാൻ അയക്കും. ഞാനത് വിശ്വസിച്ചു. ആ വിശ്വാസം അത് പൂർത്തീകരിക്കപ്പെടുന്ന ഇപ്പോൾ 24-ാം വർഷത്തിലാണ്. 5-ാമത്തെ ഭൂഖണ്ഡത്തിലും ഞാൻ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത്. 10 വർഷം മുൻപ് മസ്കറ്റിലെ സൂർ എന്ന സ്ഥലത്ത് ഞാൻ ധ്യാനം നടത്തുമ്പോൾ അവിടെ ഞാൻ ഇക്കാര്യം പ്രസംഗിച്ചു. കർത്താവിൻ്റെ ഈ വെളിപ്പെടുത്തൽ ഓസ്ട്രേലിയയിൽ ഞാൻ എത്തുമെന്ന്. ഈ തവണ ഓസ്ട്രേലിയയിൽ മെൽബണിൽ ഞാൻ കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ ഇതാ അവിടെ ഒരു ജോയിയും ഒരു മേരിക്കുട്ടി, അവർ മസ്കറ്റിൽ അന്ന് സൂറിൽ അവരുടെ വീട്ടിലാണ് ധ്യാനം നടക്കുമ്പോൾ താമസിച്ചത്. അന്ന് പ്രസംഗിച്ച കാര്യം അവർ അന്ന് ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സഹോദരനെ അന്ന് പ്രസംഗിച്ചത് ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു. അന്ന് ബ്രദർ പറഞ്ഞല്ലോ 5 ഭൂഖണ്ഡങ്ങളിൽ കർത്താവ് അയക്കുമെന്ന്. അന്ന് പറഞ്ഞ മെസ്സേജ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അവരന്ന് സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ഒരു സന്ദേശം, വെളിപാട് നമുക്ക് വേണ്ടി തന്നു കഴിഞ്ഞാൽ, അതായത് എൻ്റെ മേൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഒരു വാഗ്ദത്തം ഇട്ട് കഴിഞ്ഞാൽ ആ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടും. അതിൻ്റെ സമയത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഹല്ലേലൂയ. അത് 24 വർഷത്തെ കാത്തിരിപ്പിൻ്റെ അവസാനത്തിലാണ് അവസാനത്തെ ഭൂഖണ്ഡത്തിലും ചെന്ന് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അപ്പം വലിയ ദൈവാത്മാവിൻ്റെ ഒരു വെളിപ്പെടുത്തലിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കേട്ട വചനം ഇതാണ്. സങ്കീർത്തനം 96-3. ജനതകളുടെ ഇടയിൽ
അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവ ആത്മാവ് തന്ന ഈ വെളിപ്പെടുത്തൽ നിങ്ങളുടെ പങ്കുവെച്ചത്. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. ഹല്ലേലൂയ. ഞാൻ അവിടുത്തെ ശുശ്രൂഷ എല്ലാം വേണ്ടി വലിയ അനുഗ്രഹമായിരുന്നു. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും അതിലുപരി വലിയ മാനസാന്തരങ്ങളെല്ലാം ദൈവം ചെയ്തു. ഞാൻ തിരിച്ചു വരുന്ന വഴി എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ്. ഞാൻ സിംഗപ്പൂരിൽ വന്നിറങ്ങി. അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിന് സിംഗപ്പൂരിൽ നിന്ന് ഞാൻ നെടുമ്പാശ്ശേരിക്കുള്ള ഫ്ലൈറ്റിന് സമയമുണ്ട്. 4 മണിക്കൂർ എനിക്ക് വെയിറ്റിംഗ് ആണ്. അപ്പം ഞാൻ ഇങ്ങനെ നടന്ന് എയർപോർട്ടിൽ നടന്നിരുമ്പോൾ ഇതാ എന്നെ കാത്ത് അവിടെ ഒരു ഫാമിലിയുണ്ട്. അപ്പം ഞാനന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നവർക്കറിയാം. അവർ ഓസ്ട്രേലിയയിലെ പെർത്ത് എന്ന സ്ഥലത്ത് എൻ്റെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. 2000-ഓളം പേര് പങ്കെടുത്ത ഒരു വലിയ കൺവെൻഷനായിരുന്നു. വലിയ അനുഗ്രഹമായിരുന്നു. അന്ന് എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച ഒരു മകളാണ്. അവരുടെ പേര് പ്രിയ. അവിടെ പാലാക്കാരിയാണ്. ഭർത്താവ് സൂരജ്. ഇവർ എയർപോർട്ടിൽ എന്നെ കാത്തിരിക്കുക. അപ്പം ഞാൻ അന്ന് വരുന്നതെന്നറിയാം. അപ്പം അവർ നാട്ടിലേക്ക് അവധി എടുത്തിട്ട് ആണ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ഫ്ലൈറ്റിനാണ് പോരുന്നത്. എന്നെ കാത്തിരിക്കണം വലിയൊരു സന്തോഷ വാർത്ത പറയുവാൻ. അതായത് അവിടെ ധ്യാനം നടക്കുമ്പോൾ 3 ദിവസത്തെ ധ്യാനത്തിൽ 2 ദിവസം സൂരജും ഭാര്യയും എന്നോടൊക്കെ പ്രാർത്ഥിക്കാൻ വന്നു. പ്രിയയും അവളുടെ തൊണ്ടയിലെ തൈറോയിഡിന് ക്യാൻസറാണ്. ക്യാൻസർ ബാധിച്ചു. ബയോപ്സി ടെസ്റ്റിലെ ക്യാൻസറാണ്. അവൾ തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുക. ആ കൺവെൻഷൻ്റെ 3 ദിവസം നന്നായിട്ട് കൂടി. എൻ്റെ അടുക്കൽ 2 പ്രാവശ്യം വന്ന് ഈ മകൾ പറഞ്ഞു. 2 കൊച്ചു കുട്ടികളും പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്യുകയാണ്. ധ്യാനം കഴിഞ്ഞിട്ട് പിന്നീട് ചെന്ന് പരിശോധിക്കുമ്പോൾ അവളുടെ തൊണ്ടയിൽ ക്യാൻസർ ഇല്ല. പിന്നീടുള്ള ബയോപ്സി ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിരുന്ന വ്യക്തിയാണ്. ധ്യാനത്തിനു ശേഷമുള്ള ബയോപ്സി ടെസ്റ്റിൽ പ്രിയയ്ക്ക് ക്യാൻസർ ഇല്ല. ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ കേട്ട വചനം ഇതാണ്. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം. കർത്താവ് തൊടും. രോഗികൾ സൗഖ്യമാകും. തകർച്ചകൾ മാറും. പാപത്തിൻ്റെ കെട്ടുകൾ അഴിയും. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. മക്കൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ഉയർച്ച ഉണ്ടാവും. പരാജയങ്ങളിൽ നിന്ന്, നഷ്ടങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് ദൈവം നമ്മളെ ഉയർത്തും. ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തികൾ വെളിപ്പെടും. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവ മഹത്വത്തിനു വേണ്ടി നമ്മൾ പങ്കുവയ്ക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. കാരണം ഇതെല്ലാം ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ ആ കുടുംബം ആ കുഞ്ഞിനു വേണ്ടി സാക്ഷ്യം പറഞ്ഞില്ലേ, അതിലൂടെ കർത്താവ് എത്രമാത്രം മഹത്വപ്പെട്ടത്. ദൈവം ആ കുഞ്ഞിനു വേണ്ടി ചെയ്ത പ്രവൃത്തികൾ കേട്ടപ്പോൾ ഞങ്ങളുടെ ഇവിടെ ചിലരൊക്കെ കരയുന്നുകൊണ്ടും. അവിടെ ദൈവത്തിൻ്റെ ആ ഒരു പ്രവൃത്തി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം നിറയുക. ശരിയല്ലേ? അല്ലേ? ആ ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തികൾ അത് നമ്മൾ പ്രഘോഷിക്കണം. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയണം. നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. വചനം അയച്ച് അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ കടബാധ്യതകൾ, കുടുംബ തകർച്ചകൾ, പാപദുശീലങ്ങൾ, ആസക്തികൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിരാശകൾ, ദുഃഖങ്ങൾ, ആകുലപീഡകൾ, ഭയങ്ങൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു.
നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക. നിന്റെ പദ്ധതികൾ ഫലമണിയും. കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു. അവിടെ പറയുന്നു, മനുഷ്യൻ തൻ്റെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായിട്ടുള്ള തീരുമാനം കർത്താവിൻ്റെതത്രേ. മനുഷ്യൻ തൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ വിധത്തിൽ നമ്മുടേതായ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, അല്ലെ മക്കളുടെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യും, ഇല്ലേ? വ്യത്യസ്തമായ വിധത്തിൽ പ്ലാൻ ചെയ്യുന്നു. അല്ലെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ, ബിസിനസ്സാവാം, ജോലിയാകാം, എന്തുമാവട്ടെ, തൊഴിൽ മേഖലകളിലൊക്കെ നമ്മൾ പല പ്ലാനുകൾ ചെയ്ത് നമ്മൾ മുൻപോട്ട് എല്ലാവരും ജീവിക്കാനുള്ള അധ്വാനത്തിലാണ്. വചനം പറയുന്നു, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്രേ. ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മുടെ പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് നടക്കും. ഇനി ദൈവത്തോട് ആലോചന ചോദിച്ച് നമ്മൾ ചെയ്ത ഒരു കാര്യം, അതിനകത്തൊരു ഞെരുക്കമോ തകർച്ചയോ പരാജയമുണ്ടായാൽ അത് ദൈവം തന്നെ പൂർണ്ണമായിട്ട് അത് ഏറ്റെടുത്തിരിക്കും. ദൈവം പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്താൽ അക്കാര്യത്തിൽ ദൈവത്തിന് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യൻ ചെയ്യുന്നത് അവൻ്റെ സ്വന്തം കഴിവ്, സ്വന്തം ബുദ്ധി, സ്വന്തം ആലോചന. ദൈവത്തോട് ആലോചന ചോദിക്കുവാനോ പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുക്കാനോ മനുഷ്യർ പലപ്പോഴും തയ്യാറല്ലെന്നുള്ളതാണ്. അതിനുള്ള സമയം അവർ കണ്ടെത്തുന്നില്ല. നമ്മുടെ ആ ഒരു ശൈലി തന്നെ മാറേണ്ടിയിരിക്കുന്നു. നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുള്ള വഴി നിരന്തരമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക്, നിങ്ങൾക്ക് ഒരു കാര്യം തീരുമാനമെടുക്കാനുണ്ടെങ്കിൽ അത് മാനുഷിക ബുദ്ധിയിലും ചിന്തയിലും പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതിലുപരി ഇതുപോലെ കൂട്ടായ്മയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഒരു 5-6 ആഴ്ചയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം വ്യക്തമായിട്ട് നമ്മുടെ വഴികൾ തുറന്നു തരും. നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് ഇടപെടലുണ്ടാവും. അന്നേരം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി പരിശുദ്ധാത്മാവ് ദൈവീക വെളിപാടുകൾ തരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് നമ്മോട് കാര്യങ്ങൾ സംസാരിക്കും. വെളിപാടുകളും സന്ദേശങ്ങളും ഒക്കെ പരിശുദ്ധാത്മാവ് നൽകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വെളിപാടുകൾ, ദൈവാത്മാവിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ആ ഒരു ലെവലിൽ പ്രാർത്ഥന വന്നൊരാൾക്ക് മാത്രമേ അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് വചനമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. അത് നമ്മുടെ സ്വന്തം കഴിവിൽ, നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നമ്മൾ പദ്ധതികൾ ആലോചിച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും അതൊക്കെ പരാജയപ്പെടുന്നു. കാരണം പലതും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം അല്ലാതെ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ ദൈവം അത് മനോഹരമായിട്ട് എല്ലാം ക്രമീകരിക്കും. അതിനുള്ള വഴികളെ കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം, കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കർത്താവിനോട് ആലോചന ചോദിച്ചില്ല, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവത്തിങ്കലേക്ക് നിന്റെ ദൃഷ്ടികൾ ഉയർത്തിയില്ല എന്നാൽ നീ പ്രാർത്ഥിച്ചില്ല, നീ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചില്ല, ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. നീ എന്ത് ചെയ്തു? നീ എന്താ ചെയ്തത്? ഇവിടെ പറയുകയാണ്, ഈജിപ്തിലേക്ക് പോവുകയും
കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്തവർക്ക് ദുരിതം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കരുത്തിൽ കുതിര എന്ന് പറയുന്നുണ്ട്. എന്താ കുതിര ശക്തി എന്നാണ് പറയുന്നല്ലേ. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ വെള്ളമടിക്കാൻ വെച്ചിരിക്കുന്ന മോട്ടോർ ഹോഴ്സ് പവർ എന്നാണ് പറയുന്നത്. കുതിര ശക്തി എന്നാണ് പറയുന്നത്. കുതിരശക്തി. കുതിര ഒരു ശക്തിയുടെ ഒരു അടയാളമായിട്ട് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കുതിരയിൽ ആശ്രയിക്കുക, രഥങ്ങളിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാനുഷികമായ കഴിവിൽ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മൾ ആശ്രയിക്കുക. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ആലോചന, ഇതിലൊക്കെ ആശ്രയിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ വലിയ തകർച്ചകളും വലിയ പരാജയങ്ങളും ഉണ്ടാവുകയാണ്. ദൈവത്തോട് ആലോചന ചോദിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവനിലേക്ക് ദൃഷ്ടി ഉയർത്തുന്നില്ല. ദൈവത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തുന്നില്ല. അവിടുത്തോട് നീ പ്രാർത്ഥിക്കുന്നില്ല. ആലോചന ചോദിക്കാതെ നമ്മളൊക്കെ പലതും ചെയ്തു കൂട്ടി. ആ ചെയ്തതൊക്കെ അവസാനം പരാജയത്തിലും നഷ്ടത്തിലും കടബാധ്യതയിലും എല്ലാം അവസാനിച്ചു. ശരിയാണോ? 100% സത്യമായത്. അപ്പം അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ഈ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മൾ ചെയ്യാതിരുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.